അത് ഉപേക്ഷിച്ചത് കുറച്ചുകൂടെ നേരത്തെ അത് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. ഞാൻ കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് ദൈവവചനം പ്രഘോഷിക്കുമ്പോഴാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഓരോ മിനിറ്റിലും എങ്ങനെ യേശുവിനെ പോലെ പെരുമാറാൻ പറ്റും, യേശുവിനെ പോലെ ചിന്തിക്കാൻ പറ്റും, യേശുവിനെ പോലെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. സാധാരണ ഭാഷ പറയുന്നത് ഈ കച്ചവടത്തിൽ എനിക്ക് ലാഭമേ ഉള്ളതാണ്. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ടെക്സസിൽ ടൈലറിൽ ഗ്രേസ് ഓഫ് ഹെവൻ റിട്രീറ്റ് സെന്ററിലാണ്. ഇപ്പോൾ നമ്മോട് കൂടി ആയിരിക്കുന്നത് ഏറ്റവും ബൈബിൾ ഇൻ എ ഇയർ മലയാളം പോഡ്കാസ്റ്റിലൂടെ വളരെ വിശ്വവിഖ്യാതനായ ഫാദർ ഡാനിയൽ പൂവണത്തിലാണ്. എങ്ങനെയാണ് പെട്ടെന്ന് ഒരു അസ്ഥിരമായിട്ട് എന്താണ് നാളെ എന്നറിയില്ലാത്ത ഒരു ഫുൾ ടൈം സുവിശേഷ പ്രഘോഷകനായിട്ട് മാറാനായിട്ട് അതൊരു പെട്ടെന്ന് ഒരു ദിവസം തോന്നിയ ഒരു ഇതാണോ, അത് ഓവർ ദ ടൈം ഡിസൈൻമെന്റ് ആണോ? എനിക്ക് യഥാർത്ഥത്തിൽ ഞാൻ വേറൊരു രീതിയിലാണ് അതിനെ കാണുന്നത്. അതായത് ഒരാള് നിധി കണ്ടെത്തി കഴിഞ്ഞപ്പോ അയാൾക്കുള്ളതെല്ലാം വിറ്റ് പോയി ആ വയൽ വാങ്ങി എന്ന് പറയുന്ന ഒരു ഉപമയുണ്ട്. ഞാനിപ്പം ഈ ലോകത്തിന്റെ കണ്ണിൽ ഈ കോളേജിൽ പഠിപ്പിക്കുക എന്നുള്ളത് ചിലപ്പോൾ ഒരു വലിയ കാര്യമായിരിക്കും, ഒരു വലിയ കാര്യമായിരിക്കും. അത് നമുക്കത് അത് ലൂക്രേറ്റീവ് ആണ്, അത് അട്രാക്റ്റീവ് ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുരോഹിതനെ സന്തോഷം നൽകുന്നത് ദൈവകാര്യങ്ങളിൽ കൂടുതൽ ഏർപ്പെടുക ഡയറക്റ്റ് ആയിട്ട്. മറ്റേത് ദൈവകാര്യം അല്ലെന്നല്ല, അതൊരു ഇൻഡയറക്റ്റ് വേ ഓഫ് ഇവാഞ്ചലൈസേഷൻ ആണ്. ഇത് ഡയറക്റ്റ് വേ ഓഫ് ഇവാഞ്ചലൈസേഷൻ, ഡയറക്റ്റ് വേ ഓഫ് മിനിസ്ട്രി ആണല്ലോ സുവിശേഷ വേല. അപ്പൊ ഞാന് ഒരു ഓവർ ദ ടൈം തിരിച്ചറിഞ്ഞ ഒരു കാര്യം, ഞാൻ കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് ദൈവവചനം പ്രഘോഷിക്കുമ്പോഴാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പ്രൊഫസർ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഞാൻ ലെക്ചററായിട്ട് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് 4 വർഷം ഞാൻ ഏറ്റവും ജൂനിയർ ആയിട്ട് ആ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതേ സമയത്ത് തന്നെ ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ പോകാനുള്ള അവസരം ദൈവം എനിക്ക് തരുമായിരുന്നു. അപ്പോൾ ഞാൻ ഓവർ ദ ടൈം തിരിച്ചറിഞ്ഞത്, ഞാൻ കോളേജിലുള്ള സമയത്തെക്കാളും എൻ്റെ ഹൃദയം സന്തോഷം അനുഭവിക്കുന്നത് ദൈവവചനം പ്രസംഗിക്കുമ്പോഴാണെന്നുള്ള ഒരു ചേഞ്ച് ഞാൻ നോട്ട് ചെയ്തു. 1. 2, ഈ 2 കാര്യങ്ങൾ ഒരേ സമയത്ത് ഏർപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായ രണ്ടാമത്തെ ഒരു കാര്യം, ഈ ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ അതിന്റെ ഫലം മറ്റേതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ കൺമുമ്പിൽ കാണാൻ തുടങ്ങി. അതായത് കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്നതിനേക്കാളും ഒരു ഇമ്പാക്റ്റും റിസൾട്ടും ഔട്ട്പുട്ടും മാറ്റവും വചനം പ്രഘോഷിക്കുമ്പോൾ ഉണ്ടാവുന്നത് കണ്ടപ്പോഴാണ്, എനിക്കിത് രണ്ടും സൈഡ് ബൈ സൈഡായിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ ദൈവവചനം പ്രഘോഷിക്കുന്നതിന്റെ ഒരു ഫലം എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത്. അപ്പൊ നാച്ചുറലി സ്വാഭാവികമായിട്ട് നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്റ്റേജ് വന്നു. അപ്പോഴേക്കും ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തി. അപ്പൊ അതുകൊണ്ട് എനിക്ക് സത്യത്തില് ഞാനെപ്പോഴും സാധാരണ ഭാഷയിൽ പറയുന്നത് ഈ കച്ചവടത്തിൽ എനിക്ക് ലാഭമേ ഉള്ളതാണ്. അതായത് എനിക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം 50 കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാനത്ത് എനിക്കിന്ന് 10,000 വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് ഒന്നും മിസ് ചെയ്തിട്ടില്ല. അപ്പോ അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ വലിയൊരു ത്യാഗം ചെയ്ത് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി എന്ന് പറയാനൊന്നുള്ള ഒരു നിധി കണ്ടെത്തി ഒരു ഫലമില്ല. ഞാൻ ഓർക്കുന്നത്, ഞാൻ ബുദ്ധിമാനായിരുന്നുകൊണ്ട് കൂടുതൽ ലാഭകരമായിരുന്ന നിത്യതയും ദൈവസ്നേഹവും എനിക്ക് കൂടുതൽ അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യം കണ്ടെത്തിയപ്പോൾ ഞാനതിലേക്ക് പെട്ടെന്ന് ബുദ്ധിമാനായതുകൊണ്ട് മാറി എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ആത്മീയ ബുദ്ധി ഞാൻ പറയുന്നത്, അല്ലാതെ ഞാനത് ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നു എന്നൊന്നും എനിക്ക് അങ്ങനെ ഇല്ല. കാരണം ഞാൻ അവിടെ നിന്ന് അനുഭവിച്ചിരുന്നതിനേക്കാൾ എത്രയോ വലിയ സന്തോഷവും സമാധാനവും നന്മയും മറ്റുള്ളവരുടെ സ്നേഹവും ഒക്കെയാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ ഒരു തീരുമാനം എടുത്തത് എപ്പോഴും എനിക്ക് മറ്റുള്ളവർ പറയുമ്പോൾ എനിക്കൊരു വല്ലായ്മ തോന്നുന്നത്, ഞാൻ കോളേജ് അധ്യാപനം ഉപേക്ഷിച്ച് ദൈവവേലയ്ക്ക് തിരിഞ്ഞു എന്നൊക്കെ ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു വല്ലായ്മ. അല്ല, ഞാൻ പറയുന്നത് എനിക്ക് അതിനകത്ത് അത് ഉപേക്ഷിച്ചത് കുറച്ചുകൂടെ നേരത്തെ അത് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. അതായത് മദർ തെരേസ പറഞ്ഞ പോലെ വിളിക്കുള്ളിലെ വിളി അച്ഛൻ കണ്ടെത്തി എന്ന് പറയുന്ന ഒരു അവസ്ഥ അല്ലെ. ഇങ്ങനെ ഒത്തിരി ശുശ്രൂഷകൾ അച്ഛൻ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അച്ഛനുണ്ടാവുന്ന ചലഞ്ചസ് ഉറപ്പായിട്ടും പിശാച് വെറുതെ ഇരിക്കത്തില്ലല്ലോ. അപ്പോൾ അച്ഛൻ ആ ചലഞ്ചസ് ഞാൻ യുക്രിസ്റ്റ് കോൺഗ്രസിൽ അച്ഛൻ പങ്കുവെച്ചത് ഓർക്കുന്നുണ്ട്. അപ്പൊ ആ ചലഞ്ചസ് എന്തൊക്കെയാണ് അച്ഛന് ഡെയിലി വരുന്ന അനുദിന ജീവിതത്തിൽ വരുന്നതും അതെങ്ങനെയാണ് അച്ഛൻ അതിനെ തരണം ചെയ്യാനായിട്ട് എന്നുള്ളതൊന്ന് ഷക്കീന എനിക്ക് ഒരു മിനിസ്ട്രി വൈസ് ഉണ്ടാവുന്ന വെല്ലുവിളികള് എന്നതിനേക്കാൾ അധികം ഏതൊരു വിശ്വാസി അനുഭവിക്കുന്ന ഒരു ചലഞ്ച് തന്നെയാണ് എന്റെയും എന്നത്തെയും
പ്രയാസവും സംഘർഷവും. അതായത് നമ്മുടെ മുമ്പില് ഈ നമ്മൾ എന്നും നമ്മൾ ക്രിസ്തുവായി മാറണമെന്ന ഒരു വലിയ ലക്ഷ്യം മുന്നിൽ കിടക്കുന്നു. യേശുക്രിസ്തുവിന്റെ സാദൃശ്യത്തോട് അനുരൂപപ്പെടണമെന്ന ആ വലിയ ഓബ്ജക്റ്റീവ് മുമ്പിൽ കിടക്കുന്നു. നമ്മൾ അവിടെ ഒരിടത്തും എത്തുന്നില്ല, നമ്മളൊന്നും ആയിട്ടില്ല. അപ്പോ ഓരോ ദിവസവും അതാണ് നമ്മളെ ചലഞ്ച് ചെയ്യുന്നത്. ഓരോ മിനിറ്റിലും എങ്ങനെ യേശുവിനെ പോലെ പെരുമാറാൻ പറ്റും, യേശുവിനെ പോലെ ചിന്തിക്കാൻ പറ്റും, യേശുവിനെ പോലെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഇപ്പൊ ഞാനൊരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ അത്തരം മേഖലയിൽ ഒരുപാട് പരാജയപ്പെടുന്നുണ്ട്. ഇതാണ് എന്റെ സ്ട്രഗിൾ. ഞാൻ ഓർക്കുന്നത് എനിക്ക് മറ്റേ എക്സ്റ്റേണലി ഉണ്ടാവുന്ന സ്ട്രഗിൾസ് ഒക്കെ കർത്താവിന്റെ കാരുണ്യം കൊണ്ട് അതൊക്കെ വലിയ ഭാരം, അതൊന്നും ഒരു തരത്തിൽ നമ്മളെ ഒരു ഭാരത്തിലേക്ക് നയിക്കുന്നേയില്ല. അതേസമയം നമുക്ക് എന്നും ഒരു സംഘർഷം, അല്ലെങ്കിൽ എന്നും നമ്മുടെ ഒരു ആന്തരിക വേദന, നമുക്ക് ഞാൻ വചനം പ്രഘോഷിക്കുന്ന ഒരാളാണ്, ഞാൻ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്, ഞാൻ കുറച്ചുകൂടി ഈശോയുടെ സ്വഭാവത്തിലേക്ക് വരാൻ, കുറച്ചുകൂടെ നല്ല ഒത്തിരി വരാനുണ്ട്, ഒന്നും ആയിട്ടില്ല. ഇതാണ് നമ്മുടെ ഡെയിലി ചലഞ്ച്. ഗ്രോയിങ് ഈ ചലഞ്ചാണ് യഥാർത്ഥത്തില് എന്നും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള സ്ട്രഗിള്. അപ്പൊ അച്ഛൻ അന്ന് പങ്കുവെച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, വിശുദ്ധ കുർബാനയിലാണ് അച്ഛൻ ആ ഒരു ഇത് വെക്കുന്നത്. അത് ഈ സ്ട്രഗിൾസ് എല്ലാം മാറാനായിട്ട് അച്ഛൻ കുർബാന ചൊല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. അപ്പോൾ വിശുദ്ധ കുർബാനയോട് 3 ദിവസം ഞാൻ അച്ഛന്റെ ധ്യാനം കൂടിയപ്പോൾ അതിന്റെ ആ ഒരു ചൈതന്യം ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്നും നിലനിൽക്കുവാണ്. അപ്പൊ ആ വിശുദ്ധ കുർബാനയോടുള്ള ആ ഒരു അച്ഛന്റെ ആ തീഷ്ണത, ഈ വചനത്തോടൊപ്പമുള്ള, വചനം മാംസമാവുന്ന വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹത്തെ പറ്റി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചെറിയൊരു നമുക്ക് ക്രിസ്തീയ ജീവിതം അതിന്റെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഒറ്റ പാക്കേജിൽ നമുക്ക് കിട്ടുന്നതാണ് കുർബാന. അതിനകത്ത് പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, ബലിയുണ്ട്, പിന്നെ ഒരാൾക്ക് അയാളുടെ ജീവിതത്തിലെ സംഘർഷങ്ങൾ മുഴുവൻ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. ഇനി നമുക്ക് ഈശോയിൽ നിന്ന് കൃപ ഒഴുകി നമ്മളിലേക്ക് വരുന്ന ചാനലുകളുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആത്മീയ ജീവിതത്തിന് വേണ്ടത് മുഴുവൻ ഒരു സ്ഥലത്ത്, ഒരു മോമെന്റിൽ, ഈശോ പറയും, ഒരു മണിക്കൂറിൽ നമുക്ക് കിട്ടുന്നു എന്നുള്ളത് യഥാർത്ഥത്തില് ഇതുപോലെ വേറൊന്നില്ലല്ലോ നമുക്ക്. കാരണം ഇത് ദൈവജ്ഞാനത്തിൽ മാത്രം ഒരുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് കുർബാന. ഇത് ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ആരാധന രൂപപ്പെടുത്താൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? ഒരിക്കലും. അതായത് ഇത് ദൈവം ഒരുക്കിയ ഒരു ആരാധനാ സമ്പ്രദായം. അതിനപ്പുറത്ത് അതിന് സത്യം പറഞ്ഞാൽ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ദൈവം ലോകത്തെ ഒരുക്കിയതിന്റെ ചരിത്രമാണ് ബൈബിൾ. എത്ര യുഗങ്ങളായി ദൈവം ലോകത്തെ ഈ ഈശോയുടെ ബലിക്ക് വേണ്ടി ഒരുക്കി, ദിവ്യകാരുണ്യത്തിന് വേണ്ടി ഒരുക്കി. അതുകൊണ്ടാണ് ഞാൻ അന്ന് പണ്ട് പറഞ്ഞത് എല്ലാം കുർബാനയാവാനാണ് പറഞ്ഞത്. അൾട്ടിമേറ്റ്ലി ദൈവം നമ്മുടെ കൂടെ, നമ്മിൽ ഒരുവനെ പോലെ വസിക്കാൻ ദൈവം നമുക്ക് ലോകത്തിന് വേണ്ടി തന്ന ഈ വലിയ സമ്മാനം, അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. സോ എന്റെ സ്പിരിച്വാലിറ്റിയെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ കുർബാനയാണ്. അപ്പൊ അവിടെയാണ് ഞാൻ തിരുത്തേണ്ട മേഖലകൾ തിരിച്ചറിയുന്നത്. അവിടെയാണ് എനിക്ക് അതിനുള്ള ജീവൻ കിട്ടുന്നത്, അതിനുള്ള ശക്തി കിട്ടുന്നത്. അവിടെയാണ് എൻ്റെ സങ്കടങ്ങൾ ഞാൻ പറയുന്നത്. അവിടെയാണ് ഈശോ എന്നെ തിരുത്തുന്നത്. അവിടെയാണ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് പറ്റാത്ത മേഖലകളിൽ ഈശോയുടെ കൃപ ഈശോ തരുന്നത്. എല്ലാ അർത്ഥത്തിലും ഞാൻ പറയുന്നത് ഇതിനേക്കാൾ മെച്ചപ്പെട്ടതൊന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ പിന്നെ ഈ മലങ്കര കാത്തലിക് സ്പിരിച്വാലിറ്റി ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കുറെ കൂടി ഈ കുർബാന ഞങ്ങളുടെ ഒരു ബ്ലഡിന്റെ ഭാഗമാണ്. അപ്പോ അതുകൊണ്ട് അത് ചെറുപ്പം മുതലേ, കുഞ്ഞുനാൾ മുതലേ നമുക്ക് ഇങ്ങനെ ഒരു ആരാധനാ പരിശീലനമാണ്. മൊത്തത്തിൽ നമുക്കിങ്ങനെ പാട്ടും, ആരാധനയുടെ പാട്ടും പ്രാർത്ഥനയും ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു മൂളിപ്പാട്ട് പോലും ചിലപ്പോൾ നമ്മൾ പാടുന്നത് കുർബാനയുടെ പാട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു അനുഭവം, ദൈവത്തിന്റെ ഒരു കരുണയാണ് കുർബാനയെ അങ്ങനെ സ്നേഹിക്കാൻ ഒരു തുറവി തന്നത്. അപ്പൊ ഒരു കാര്യം ചോദിക്കാനുള്ള, മദർ മേരിയുടെ അച്ഛൻ്റെ ഇൻഫ്ലുവൻസ്, അതായത് അമ്മ അച്ഛന്റെ കൂടെ നടന്ന് അമ്മയെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ചെറുതായിട്ട്. മാതാവ് നമുക്ക് യഥാർത്ഥത്തില് കുരിശിന്റെ ചൂട്ടി വെച്ച് ഈശോ യോഹന്നാനെയാണ് കേൾപ്പിക്കുന്നത്. അപ്പൊ യോഹന്നാനാണ് യഥാർത്ഥത്തില് ആ കൂട്ടത്തില് സെലിബ്രേറ്റ് ഉണ്ടായിരുന്നത്, ബ്രഹ്മചാരി. അപ്പോ അതുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്, പുരോഹിതന്മാരുടെ അമ്മയാണ് കുരിശിന്റെ ചൂട്ടി വെച്ച് അച്ഛന്മാരുടെ അമ്മയായിട്ടാണ് കൊടുത്തതെന്ന് ഞങ്ങള് കുറച്ചുകൂടി ഒരു സ്വാർത്ഥതയിൽ പറയാറുണ്ട്. അപ്പൊ അത് ഈ പുരോഹിതരുടെ, ഞാൻ വൈദികരുടെ നാഥ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കേട്ടിട്ടില്ലേ? അപ്പൊ ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്, മാതാവിന്, അമ്മയ്ക്ക് പുരോഹിതരോട് യോഹന്നാനോടുള്ളത് പോലെ ഒരു വാത്സല്യം കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പുരോഹിതന് ഒരു പൗരോഹിത്യ ജീവിതത്തില് മാതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട്
ഒരു ആത്മീയത നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അത് നമുക്ക് അമ്മയെ ചെന്ന് നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഭയങ്കരമായിട്ട് അങ്ങ് പതറിപ്പോയി, നമുക്ക് ആത്മീയ ജീവിതത്തിൽ ഭയങ്കര ബ്ലോക്കായി മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്റ്റേജ് ഏത് മനുഷ്യനും ഉണ്ടല്ലോ, പ്രത്യേകിച്ച് പുരോഹിതർക്കുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ പെട്ടെന്ന് ഈ കല്ലും മുള്ളും മാറ്റി വഴി തുറന്ന് എല്ലാം ഒന്ന് ശരിയാക്കി തരുന്ന ഒരു അനുഭവമാണ് മാതാവിനോട് ബന്ധപ്പെട്ട് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനൊരു കടുത്ത മരിയ ഭക്തൻ എന്നൊന്നും പറയാനുള്ള ബലം എനിക്കില്ല, പക്ഷെ എനിക്ക് മാതാവിനോട് ഭയങ്കര ഭയങ്കര സ്നേഹമാണ്. എന്നെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിലെല്ലാം അമ്മ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛനെ നമ്മളെ എങ്ങനെയാണ് അച്ഛൻ ഈ സമയം കണ്ടെത്തുന്നത്? ഞാനൊക്കെ കുടുംബത്തിലെ 3 കുഞ്ഞുങ്ങളെ വെച്ചിട്ട് തന്നെ എന്നും കുർബാനയ്ക്ക് പോകാനൊക്കെ എന്നും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അമ്മയാണ്. അപ്പോൾ അച്ഛൻ എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ 24 മണിക്കൂർ ഞങ്ങൾക്കും ഉള്ളൂ, അച്ഛനും ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് അച്ഛൻ അത് സമയം ക്രമീകരിച്ച്? ഞാൻ അത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി സമയം കത്താൻ വേണ്ടി കൊടുക്കുന്നില്ല. ഞങ്ങളുടെ ഇതിൽ നോക്കുമ്പോൾ യാത്രയുണ്ട്, നാച്ചുറലി ശുശ്രൂഷകളുണ്ട്, അതിനൊക്കെ കുറെ അധികം സമയം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ കൂടുതലും ഈ പൊതുവെ എന്നെ കുറിച്ചുള്ള ഒരു കംപ്ലൈന്റ് ചിലപ്പോൾ അതായിരിക്കും, ഞാൻ അധികം ആളുകളുടെ ഒത്തിരി ഇങ്ങനെ കൗൺസിലിംഗ് അങ്ങനെ ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു മിനിമത്തിലൊക്കെ ഉള്ളൂ. അപ്പോ കൂടുതലും നമ്മളങ്ങ് സ്കിപ്പ് ചെയ്ത് അകത്തോട്ട് പോവാണ് പതിവ്. അപ്പോ അത് എന്നെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി ഇപ്പം ചിലപ്പോൾ നമ്മൾ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ എല്ലാവരെയും ഒറ്റയ്ക്ക് കണ്ടൊക്കെ പ്രാർത്ഥിച്ചാൽ ദ ഹോൾ ഡേ ഈസ് ഗോൺ. ഞാൻ ചെയ്യുന്നത്, ഞാൻ വചന ശുശ്രൂഷ ചെയ്യും, ആരാധനയൊക്കെ നടത്തിയിട്ട് ഞാൻ അങ്ങ് പിൻവലിയും. അപ്പൊ എനിക്ക് കുറെ സമയം കിട്ടും. അപ്പൊ അത് എനിക്ക് വചനം പഠിക്കാനും പ്രാർത്ഥിക്കാനും, പിന്നെ ഒരു പേഴ്സണൽ ടൈം എപ്പോഴും നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോ നമ്മള് മനസ്സിന്റെ താളം തെറ്റിപ്പോകും. നമ്മളെപ്പോഴും ഈ എനർജി ഇങ്ങനെ പൊക്കോണ്ടിരുന്നാൽ നമുക്കൊന്നും ഇല്ലല്ലോ. പിന്നെ എപ്പോഴും ആത്മീയ പിതാക്കന്മാർ പറയും തിരക്ക് വലിയ അപകടമാണെന്ന് പറയും. തിരക്ക് ഒരു കെണിയാണ്. ടൈലിസും പറഞ്ഞ ഒരു മനോഹരമായ കാര്യമുണ്ട്. അതായത് പിശാച് നമ്മളെ പുറകോട്ട് പിടിച്ച് അവന് പറ്റിയില്ലെങ്കിൽ മുമ്പോട്ട് തള്ളുമെന്ന് പറയും. കൂടുതൽ തിരക്കിലേക്ക്. ആ കൂടുതൽ തിരക്ക് കെണിയാണ്. ആ കെണിയിൽ നമ്മളെ കണ്ടെത്താതെ പോകും. അപ്പൊ അതുകൊണ്ട് പേഴ്സണൽ ടൈം ഒരു ആത്മീയ ശുശ്രൂഷകന് വളരെ അത്യാവശ്യമാണ്. 24 മണിക്കൂർ നമ്മൾ പബ്ലിക്കില് മെയിൻ സ്ട്രീമിൽ നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യുക, പിന്മാറുക. അതാണ് അച്ഛൻ ഈ ഒരു ബൈബിൾ ഇന്നർക്ക് കഴിഞ്ഞപ്പോ അച്ഛനെ കാണാൻ ഒത്തിരി പേര് വരുമല്ലോ. അപ്പൊ അച്ഛൻ മാറി ഒത്തിരി വരും. കൂടുതൽ അങ്ങനെ ഒത്തിരി ഞാൻ അങ്ങനെ ഒത്തിരി പബ്ലിക്കിലേക്ക് വരാറില്ല. കഴിയുന്നിടത്തോളം ഞാൻ എതിരത്തിലാണെങ്കിലും ഒക്കെ കുറച്ചിങ്ങനെ മാറി നിൽക്കാൻ ഒരു ഇതാണ്. അത് കുറച്ചൊക്കെ ഒരു സ്വാർത്ഥത കൊണ്ടാണ്. ഈ പറയുന്ന പോലെ ഒരു സെൽഫിഷ് ഒരു പേഴ്സണൽ ടൈം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാനോ നമുക്ക് ദൈവം തരുന്ന ഒരു ഇൻസൈറ്റുകൾ വളരാനോ ഒന്നും ഒരു സമയം കിട്ടാതെ വരും. അപ്പൊ അതുകൊണ്ട് അതൊരു പക്ഷെ അറ്റ് ദ സെയിം ടൈം അറ്റ് ദ കോസ്റ്റ് ഓഫ് മീറ്റിംഗ് പീപ്പിൾ ആണത്. അതും വളരെ ഇമ്പോർട്ടന്റ്, വാല്യൂഡ് ഇമ്പോർട്ടന്റും അല്ലേ. അപ്പൊ അത് പറ്റുന്നില്ല എന്നൊരു സങ്കടവും ഉണ്ട്. അച്ഛന്റെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ അച്ഛനെ ഈ വചനത്തിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തത് ആരാണെന്നൊന്ന്? എനിക്ക് അങ്ങനെ സത്യത്തില് വചനത്തിലേക്ക് എന്ന് പറയുമ്പോ എന്റെ വല്യമ്മച്ചിയാണ്. എന്റെ വല്യമ്മച്ചി ഒരു സാധാരണക്കാരിയായ സ്ത്രീയായിരുന്നു. പക്ഷെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിരുന്ന് ബൈബിൾ വായിക്കുന്നത് ഞാൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഓർമ്മ എന്റെ മനസ്സിലുണ്ട്. ഒരുപക്ഷെ അതാവണം. പിന്നെ എനിക്ക് ചെറുപ്പം മുതലേ വായിക്കാനൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഇപ്പം മറ്റ് ഒരു സാധാരണ ഒരു പാവപ്പെട്ട കുടുംബം ആയിരുന്നുകൊണ്ട് ഒത്തിരി പുസ്തകങ്ങളൊന്നും വാങ്ങിച്ചു തരാനുള്ള നിവൃത്തിയൊന്നും കുടുംബത്തിൽ ഇല്ലായിരുന്നുകൊണ്ട് ആകെ വല്ല മാസികകളോ പത്രം വല്ലതും പൊതിഞ്ഞുകൊണ്ട് വരുന്ന പേപ്പറുകളോ ഒക്കെയാണ് ഈ വായിക്കാൻ ഒരു ദാഹം ഉള്ളതുകൊണ്ട് അതൊക്കെ വായിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നും കിട്ടാതെ വരുമ്പോ ഞാൻ ബൈബിൾ എടുത്ത് വായിക്കുമായിരുന്നു ചെറുപ്പത്തില്. അത് അതിന്റെ ഒരു റൂട്ട് എനിക്ക് തോന്നുന്നു അമ്മച്ചി ആയിരിക്കണം. അമ്മച്ചി ഇങ്ങനെ വായിക്കുന്നത് കണ്ട ഇൻസ്പിറേഷൻ ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഈ ഓൾഡ് ടെസ്റ്റമെന്റിലെ സ്റ്റോറീസ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം വായിച്ച് എനിക്ക് അറിയാമായിരുന്നു. അപ്പൊ അത് ഉള്ളിൽ കടന്നു. പിന്നെ വളർന്നു വന്നപ്പോ ഒരുപക്ഷെ അതായിരിക്കണം, അതാണ് വല്യമ്മച്ചിയാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഇൻട്രസ്റ്റ്. പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ ഒരു 10 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഈ ഡിവൈനിലെ ഒരു റിവൈവൽ സംഭവിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി ആളുകള് ഡിവൈനിലേക്കൊക്കെ പോവുകയും അപ്പൊ അവര് പോകുമ്പോ എന്നെയും ധ്യാനത്തിന് കൊണ്ടുപോകും. ഞാൻ 2-3 ധ്യാനമൊക്കെ ഡിവൈനിൽ ഒരു 10-12 വയസ്സിനുള്ളിൽ കൂടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഈ വചനത്തിന്റെ വിത്ത് അന്ന് ഉള്ളിൽ വീഴാൻ ഒരുപക്ഷെ ദൈവം ഒരുക്കിയ സാഹചര്യങ്ങളായിരിക്കും. അങ്ങനെയൊക്കെയാണ്. അച്ഛനോട് ഒരു ക്വസ്റ്റ്യൻ കൂടെ, അതായത് ഞങ്ങളിപ്പോൾ ഇവിടെ കുട്ടികളെ വളർത്തുമ്പോൾ നല്ലൊരു സ്ട്രഗിൾ ആണ് ഇവിടെ. എനിക്ക് തോന്നുന്നു നാട്ടിലും വ്യത്യാസമൊന്നുമില്ലെന്ന് തോന്നുന്നു. എങ്കിലും അച്ഛന് പറഞ്ഞു തരാവുന്ന ഒരു പേരൻസിനും കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാവുന്ന ഒരു, നമ്മൾ എന്നും ബൈബിൾ വായിക്കാൻ അവരോട് പറയും, എങ്കിലും എന്നും ഒരു ഫെയിലിയർ ആണ്. നമ്മൾ എന്നും വീഴും തിരിച്ചെണിക്കും, അങ്ങനെ ഒരു ഫെയിലിയർ ആണ്.
അച്ഛന് ഞങ്ങൾക്ക് പറഞ്ഞു തരാവുന്ന ഒരു അജപാലന? അതായത് ഈ മോശ കനാൻ ദേശത്തേക്ക് മരിക്കുന്നതിന് മുമ്പ് he was very particular to teach the young generation the story of his forefathers. അപ്പോ തങ്ങളെ തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ദൈവം നയിച്ച വഴികൾ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്ത പുസ്തകമാണ് നിയമാവർത്തന പുസ്തകം. അപ്പോ ഈ ഒരു കൺസേൺ ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതായത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു നരേറ്റീവ്, അതായത് നമ്മൾ ജീവിക്കുന്നത് ഒരു നരേറ്റീവിന്റെ, ഒരു സ്റ്റോറിയുടെ, ഒരു സ്ക്രിപ്റ്റിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു സാധാരണ കുടുംബത്തിൽ ആണും കല്യാണം കഴിക്കാൻ പാടില്ല നമ്മൾ പറയുന്നത് നമ്മുടെ തലയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നരേറ്റീവ് ഉള്ളതുകൊണ്ടാണ്. അത് ആ നരേറ്റീവ് നമുക്ക് ഹ്യൂമൻ നരേറ്റീവ് അല്ല, ദൈവം നമുക്ക് തന്നൊരു സ്റ്റോറിയാണ്, ഒരു നരേറ്റീവാണ്. ഇത് ചെറിയ പ്രായം മുതലേ കുട്ടികളില് ആ ലൈൻ ഓഫ് തോട്ട് ഇൻസ്റ്റിൽ ചെയ്ത് കൊടുക്കാൻ നമ്മൾ കോൺഷ്യസ് ആയ എഫർട്ട് നടത്തണം. അതായത് നമ്മുടെ ഇവര് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അവര് ഫേസ് ചെയ്യുന്ന വേറൊരു നരേറ്റീവ്, ആ നരേറ്റീവ് അവർക്ക് വേറെ രീതിയിൽ ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കും. അപ്പൊ ഇത് അവരിൽ ആഴത്തിൽ ഉറപ്പിക്കപ്പെടണം. നമ്മുടെ സ്റ്റോറി ഡിഫറെന്റ് ആണ്, നമ്മുടെ സ്റ്റോറി അതല്ല. We live based on another story which is told by God. ഇത് നമുക്ക് ആഴത്തിൽ നമ്മുടെ കുഞ്ഞു മനസ്സുകളിൽ ഉറപ്പിച്ചു കൊടുക്കാൻ ചെറുപ്പത്തിലെ പറ്റിയാൽ നമുക്ക് പേടിക്കേണ്ടതില്ല. ഒരല്പസമയം ലോകത്തിന്റെ മുഖങ്ങളിൽ അവർ ഇച്ചിരി ഡിവേറ്റ് ചെയ്ത് പോയാലും തിരിച്ചു വന്നോളൂ. അപ്പോ നമ്മൾ ഈ ബൈബിളിന്റെ ഇയർ തുടങ്ങുന്നത് പോലും സത്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഷേക്കപ്പ് ചെയ്യുന്ന പോലും അതിന്റെ ഒരു വെളിച്ചത്തിലാണ്. കാരണം പരമാവധി ആളുകളുടെ ഉള്ളിൽ നമ്മുടെ സ്റ്റോറി ക്ലിയർ ആയിട്ട് പതിയണം. എന്താണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ആ വഴി, അല്ലെ ദൈവം നമ്മളെ ഒരുക്കിയ വഴി. അപ്പോൾ ഇത് തന്നെയാണ് എനിക്കും ഇപ്പം ഈ പേരൻസിനോട് എല്ലാം പറയാനുള്ളത്. നമ്മൾ അതിന് സമയം കണ്ടെത്തണം. ഒരു ഷിഫ്റ്റിൽ നിന്ന് അടുത്ത ഷിഫ്റ്റിലേക്ക് ജോലിക്ക് പോയി കുഞ്ഞുങ്ങളെ കാണാൻ പോലും സമയമില്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ പറ്റുന്ന അപ്പോൾ ചിലപ്പോൾ ഇച്ചിരി ഇൻകം കുറയുമായിരിക്കും, പക്ഷെ കുഞ്ഞുങ്ങളോടുള്ള സമയം, പക്ഷെ നമ്മുടെ ആ ഇന്ററാക്ഷൻ, നമ്മൾ പഠിച്ചതും നമുക്ക് ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങൾ ചെറിയ പ്രായം എന്ത് കാര്യവും സ്നേഹത്തിന്റെ പാത്രത്തിൽ വിളമ്പുമ്പോഴേ സ്വീകരിക്കപ്പെടത്തുള്ളൂ. ദേഷ്യപ്പെട്ട് ബൈബിൾ വായിക്കടാന്ന് പറഞ്ഞാൽ ആരും വായിക്കുന്നില്ല, പ്രാർത്ഥിക്കടാന്ന് പറഞ്ഞാൽ അറിയുന്നില്ല. നമ്മള് ഇരുന്ന് സ്നേഹത്തോടെ അവരോട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇനി നമുക്ക് കുറച്ച് സമയം കർത്താവിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും സ്നേഹത്തിന്റെ പാത്രത്തിൽ വിളമ്പുന്നതേ പിള്ളേര് വാങ്ങിക്കത്തുള്ളൂ. അപ്പൊ ഏറ്റവും പേരന്റിങ്ങില് കുഞ്ഞുങ്ങളുടെ കൂടെ ക്വാളിറ്റി ടൈം എന്നതിന് പറയുന്നത്, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം തന്ന ഈ നരേറ്റീവ് അവർക്ക് കൊടുക്കണം, പറഞ്ഞു കൊടുത്തോണ്ട്. ഇതിന് പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ കാലത്തെ നമുക്ക് ചലഞ്ച്. ബിക്കോസ് തിരക്കാണ്, സമയക്കുറവാണെന്ന് നമ്മളങ്ങ് പ്രയോറിറ്റൈസ് ചെയ്ത സമയം നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സ്റ്റോറി അറിയാതെ പോകും. അച്ഛൻ അന്ന് പറഞ്ഞ ഓർക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ഈശോ പറ്റി സംസാരിക്കുന്നവരുടെ കൂടെയാണ് ഈശോ ചരിക്കുന്നതെന്ന് അച്ഛൻ അന്ന് പറഞ്ഞു തന്നൊരു കാര്യം. അച്ഛൻ്റെ സമയത്തിന് ഒത്തിരി നന്ദി. ഷെക്കീന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് 208-ാം ദിവസമാണ് ബൈബിളിന്റെ ഇയർ. നിങ്ങൾ ഇന്ന് വരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്നാകട്ടെ നിങ്ങളുടെ 1-ാം ദിവസം. ഇതിലൂടെ ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് എനിക്ക് തന്നെ സാക്ഷ്യം പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ബൈബിൾ എടുക്കുക. അച്ഛൻ്റെ BIY malayalam.com വെബ്സൈറ്റിൽ കയറിയിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് അച്ഛൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇന്ന് തൊട്ട് ബൈബിളിന്റെ ഇയർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. വിശുദ്ധ ജെറോം പറഞ്ഞതുപോലെ, വചനം അറിയാത്തവർ കർത്താവിനെ അറിയുന്നില്ല. അപ്പോൾ അതുപോലെ വചനത്തെ അറിയാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മോട് കൂടെ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി, ഇത്രയും തിരക്കിനിടയ്ക്ക് ഷെക്കീന TVക്ക് വേണ്ടി നൽകിയതിന് അച്ഛാ ഒത്തിരി നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ.